ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രീവിയസ് NUSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നോക്കൂ, നമ്മുടെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഫിസിക്സിന്റെ കോഡ് നിങ്ങൾക്ക് അറിയാം. 312 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിന്റെ കോഡ് എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ കോഡ് 312. പിന്നെ എത്ര മാർക്കിനാണ് ഫിസിക്സ് ക്വസ്റ്റ്യൻ വരിക എന്നറിയാമോ? നമ്മുടെ ഫിസിക്സിന് 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് എത്ര സമയം? 3 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ 80 മാർക്കിന്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ 3 മണിക്കൂറിനുള്ളിൽ 80 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 30ഓളം ചോദ്യങ്ങളുണ്ട്. ആ 30ഓളം ചോദ്യങ്ങൾ നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, വൺ വേർഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഈ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്ത് അത് എഴുതിയാൽ മതിയാവും. അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് നോൺ ആസ്. അപ്പൊ ഇതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇമ്പൾസ് ആണെങ്കിൽ നമ്മുടെ മാർജിനിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് A ആണോ, B ആണോ, C ആണോ, D ആണോ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ C അത്ര എഴുതിയാൽ മതിയാവും. അല്ലാതെ നമ്മൾ അതിൽ ഇമ്പൾസ് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇമ്പൾസ് എന്നോ ഫോഴ്സ് എന്നോ ആക്സിലറേഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അതിന്റെ ആൽഫബറ്റ് ഏതാണോ അത് എഴുതിയാൽ മതിയാവും. ചുമ്മാ ഇങ്ങനെ ആൻസർ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു മാർക്കിന് മാക്സിമം സമയം ചെലവാക്കാതെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതും 4 ഓപ്ഷൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഒരു മാർക്കിന്. മൂന്നാമത്തെ ചോദ്യവും അതുപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അത് ഒരു മാർക്കിന് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്, പ്രോബ്ലംസ്, അതൊക്കെ ഒരു മാർക്കിന് ചിലപ്പോൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇത് ജസ്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ് D, അതുപോലെ ഫോഴ്സ് F, അത് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ, ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം നോക്കൂ. അതൊരു ചെറിയ പ്രോബ്ലം ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു മാർക്കിന് ചിലപ്പോൾ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ വാട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ഷണ്ട് വിൽ എനേബിൾ ടു റീഡ് അപ് ടു 100 ആംപിയർ. അത് നമ്മുടെ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അത് ചുമ്മാ സൈഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് ആ കിട്ടിയ ഉത്തരം ഇതിൽ ഓപ്ഷനിൽ ഏതാണോ കിടക്കുന്നത് ആ ഓപ്ഷൻ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ മാർജിന്റെ പുറത്തിട്ടിട്ട് ഇപ്പൊ A ആണ്, A എഴുതിയാൽ നമുക്ക് ആ ഉത്തരത്തിന് മാർക്ക് കിട്ടും. അല്ലാതെ 0.001 അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ചുമ്മാ അത് എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അത് നമുക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, അതെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 6, 7, 8, 9, 10 വരെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അതില് 9ാമത്തെ ക്വസ്റ്റ്യനും ഒരു ചെറിയ പ്രോബ്ലം ആണ്. അത് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ വിട്ട് കളയാതെ, ഒരു മാർക്കിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാരും വിട്ട് കളയാതെ എഴുതാൻ ശ്രദ്ധിക്കുക. 10ാമത്തെ ചോദ്യം അത് ഒരു ഗേറ്റിന്റെ തന്നിട്ട് ആ എന്ത് ഗേറ്റ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഒരു ഫിഗർ എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. അതുപോലെയൊക്കെ നമുക്ക് 1 മാർക്കിനെ പ്രതീക്ഷിക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് അവിടെ മാർക്ക് ചേഞ്ച് ആയി. അവിടെ എത്രയാണ്? 2 മാർക്കിനാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ എന്താ? ഒരു പ്രോബ്ലം ആണല്ലേ. എ ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം ഈസ് ലിഫ്റ്റ് അപ്പ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 8 മീറ്റർ ഇൻ 10 സെക്കൻഡ്സ്. കാൽക്കുലേറ്റ് പവർ സപ്ലൈഡ്. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് അധികം നേരം ഒന്നും അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. 2 മാർക്കല്ലേ, അപ്പൊ അധികം സ്റ്റെപ്പ് ഇല്ലാത്ത പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വിട്ട് കളയാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 12ാമത്തെ ചോദ്യം നോക്കൂ. ഷോ ദാറ്റ് ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ എന്താണ് അവിടെ? ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതുപോലുള്ള ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഇതിൽ 2 മാർക്കിന് ചോദിക്കാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അതൊരു കാർനോട്ട് എഞ്ചിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. 14th ക്വസ്റ്റ്യൻ നോക്കൂ, സ്റ്റേറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റേഷനറി വേവ് ആൻഡ് ട്രാവലിംഗ് വേവ്. ടു ഡിഫറൻസസ്, ഈ രണ്ട് ഡിഫറൻസ് എഴുതിയാൽ നമുക്ക് 2 മാർക്കായി. അപ്പൊ അതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 15 അതെ, 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന് 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സബ് ക്വസ്റ്റ്യന് ഓരോരോ മാർക്ക് വെച്ചിട്ട്, അപ്പോൾ ഇതുപോലെ നമുക്ക് 2 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചോദിക്കാം. 16ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാം. അതിന് നമുക്ക് എന്താ 2 മാർക്ക് കിട്ടും. ആ ഇക്വേഷൻ എഴുതി വെക്കുക, തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആ പ്രോബ്ലത്തിന്റെ ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 17 എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പോയിന്റ് വെച്ച് എഴുതിയാൽ നമുക്ക് അവിടെ എന്തായി 2 മാർക്കായി. അതുപോലെ തന്നെ 18ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് എനർജീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ദാറ്റ് ഇറ്റ്സ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ എന്താണ്, അവിടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. 19ാമത്തെ ഒരു ഗേറ്റിന്റെ പ്രോബ്ലം ആണ്. 20ാമത്തെ എന്താണ്, 20ാമത്തെ ചോദ്യം തൊട്ട് നോക്കൂ, അവിടെ മാർക്ക് എന്തായി 4ആയി. 20ാമത്തെ ചോദ്യം തൊട്ട് അവിടെ എന്തായി മാർക്ക് 4ആയി. അവിടെ എന്താ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ എന്താ, ഡിറൈവ് ചെയ്യാൻ, ഡിറൈവ് ദ റിലേഷൻ F is equal to ma. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഡെറിവേഷൻ. അതുപോലെ തന്നെ hence define SI unit of force. അപ്പൊ 20ാമത്തെ ചോദ്യത്തിൽ തന്നെ 3 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വന്നല്ലേ. അവിടെ 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. എന്താണ്, ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ F is equal to ma ക്ക് ഡെറിവേഷൻ എഴുതണം. അതിനുശേഷം ഫോഴ്സിന്റെ SI യൂണിറ്റ് നമ്മൾ എഴുതണം. അപ്പൊ ഇത് 3നും കൂടിയാണ് എന്ത്, അവിടെ 4 മാർക്ക്. അവിടെ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കാണ് അവിടെ 4 മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 21ാമത്തെ ചോദ്യം നോക്കൂ, അതിനെ 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലെ. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആ 2 ഇൻസിഡൻസ്. അപ്പൊ ആ 2ന് 2 മാർക്ക് വെച്ച് നമുക്ക് എന്തായി 4 മാർക്ക് അങ്ങനെ കിട്ടി. 22 അതുപോലെ തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. പ്ലസ് എന്താണ്, 1 എക്സാമ്പിൾ കൂടി എഴുതുക. അത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായി 4 മാർക്കായി. ഇനി നോക്കൂ, write Newton's formula for velocity of sound in air and explain why and how was it corrected by Laplace. അപ്പൊ എന്താണ്, 4 മാർക്കിന് അത് നമ്മൾ എഴുതിയാല് അതിന്റെ ചോദ്യത്തിന്റെ ഉള്ള ഉത്തരവായി. അതുപോലെ തന്നെ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എന്താണ്, ലൈറ്റ് വേവ്സ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം എ പ്ലെയിൻ സർഫസ് ഹെൻസ് വെരിഫൈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ എന്താണ്, അതിനെന്താ 4 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടി എന്താണ്, നമ്മളോട് 2 പ്രൈമറി സെൽസിന്റെ EMFs കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് 4 മാർക്കാണ്. അതുപോലെ തന്നെ 26ാമത്തെ ചോദ്യത്തിന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. 4 സബ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ അതിനെന്തായി 4 മാർക്കായി. നോക്കൂ അടുത്തത്. പക്ഷെ 26ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എന്താ പ്രത്യേകത, അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്താണ്, ഒരു ഓർ കാണാൻ പറ്റും. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാവും. ഇത് 2ന് നമ്മൾ ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. ഈ 2ന് ഉത്തരം എഴുതിയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാർക്കേ പരിഗണിക്കൂ. ഈ 2ന് നമുക്ക് മാർക്ക് കിട്ടില്ല. വെറുതെ 2 എഴുതി നമ്മൾ സമയം കളയരുത്. കാരണം നമുക്ക് ഇനി 6 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ. അപ്പോ നമ്മൾ ഈ 2 എഴുതി സമയം കളയരുത്. നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഏതാണോ ഉത്തരം അറിയുന്നത് അതിന് നിങ്ങൾ ആൻസർ ചെയ്താൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 27 കണ്ടോ, 27ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് എന്തായി, അവിടെ 6 മാർക്കിന്റെ ചോദ്യങ്ങളായി. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് 6 ആണല്ലേ. 1 മാർക്ക് കണ്ടു, 2 മാർക്ക് കണ്ടു, 4 മാർക്ക് കണ്ടു. ഇപ്പൊ കണ്ടിരുന്നത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ലോങ് ആൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ 1 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾക്ക് അധികം സമയം കളയാതെ ഉത്തരം എഴുതി 6 മാർക്കിനൊക്കെ ഡെറിവേഷൻ ഒക്കെ തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. അപ്പൊ നോക്കി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലാസ്റ്റിക് സ്പ്രിംഗ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K compressed through a distance x is half kx². അത് നമ്മൾ ഡിറൈവ് ചെയ്യണം. അപ്പൊ ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് ഡെറിവേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. അതിനെന്തായി 6 മാർക്കായി. അപ്പൊ ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതിന് അവിടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡെറിവേഷൻ അവിടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് 6 മാർക്കിന്റെ ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അതൊരു 6 മാർക്കിന്റെ ചോദ്യം. ബയോ-സാവർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, അവിടെ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാനുള്ളത്. 29ാമത്തെ അതുപോലെ തന്നെ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രം ഒക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയഗ്രം വിത്ത് ഡയഗ്രം ആണ് നമ്മൾ അതിന്റെ ഡെറിവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ആ ഡയഗ്രം വരെ ചെയ്തെങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ.
അതുപോലെ തന്നെ 30ാമത്തെ ചോദ്യം നോക്കൂ. 30ാമത്തെ ചോദ്യം അതന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അവിടെ എന്താണ്, അവിടെ ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് ദിസ് ഓർ ദാറ്റ്, അതായത് ഏതാണോ നമുക്ക് അറിയാവുന്നത് അതിന് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. രണ്ടിനും ഉത്തരം എഴുതി വെച്ചിട്ട് നമുക്ക് ഒരെണ്ണത്തിന്റെ മാർക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അറിയാവുന്നത് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിസിക്സിലുള്ളത്. 30 ചോദ്യങ്ങളാണുള്ളത്. ഈ 30 ചോദ്യങ്ങൾ നിങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോ പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫിസിക്സിന്റെ ചോദ്യ പേപ്പർ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പഠിച്ച് റിവൈസ് ചെയ്ത് ഈ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി എക്സാം എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പ്ലാറ്റ്ഫോംസ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനാലിസിസ് ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.